സാർ നമസ്കാരം. നമസ്കാരം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയൻ എന്ന നേതാവിന് കണ്ടകശനി ആരംഭിക്കുന്ന ഒരു രീതിയായി മാറിയിരിക്കുന്നു. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് ഒരു ചൊല്ലുണ്ട്. അതുപോലെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ദിനങ്ങളിലുള്ള ചില നടപടിക്രമങ്ങൾ. അതായത് പിണറായി വിജയൻ്റെ കാലത്ത് നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ക്യാബിനറ്റ് ബസ് എന്ന് പറഞ്ഞൊരു നവകേരള ബസ് ഓടുന്നു. ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ നവകേരള സദസ്സ് സംഘടിപ്പിക്കപ്പെടുന്നു. പൗരപ്രമുഖരെ വിളിച്ച് സദ്യ കൊടുക്കുന്നു. അവിടെ കോടികൾ മുടക്കുന്നു. അവിടെയൊന്നും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രവേശമില്ല. പൗരപ്രമുഖർ എന്ന് പിണറായി വിജയൻ പേരിട്ട് വിളിക്കുന്നതെല്ലാം വലിയ വലിയ പണക്കാരാണ്. അവരുടെ മുമ്പിൽ നിന്ന് ചായ കുടിച്ച് പിരിയുന്നു. പാവപ്പെട്ടവർ ദൂരെ വന്ന് നോക്കിയുന്നുണ്ട് പന്തലിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ അവരെ പരാതി നിക്ഷേപിച്ചുകൊണ്ട് പോകുന്നു. മുഖ്യമന്ത്രിയെ കാണാനോ പറയാനോ അവസരമില്ല. ഇത്തരം ധൂർത്തിനെതിരെ അന്ന് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSUക്കാരുമെല്ലാം ജനാധിപത്യപരമായ രീതിയിൽ ഈ നവകേരള യാത്ര കടന്നു പോകുന്ന വഴിക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഈ ധൂർത്തിനെതിരെ കരിങ്കൊടി കാണിക്കുകയുണ്ടായി. കരിങ്കൊടി കാണിച്ച ആളുകളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ രക്ഷാപ്രവർത്തനം നടത്തി ചെടിച്ചട്ടി കൊണ്ടും മുളവടി കൊണ്ടുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ സൈനികരും ഉൾപ്പെടെ തല തല്ലി പൊളിക്കുന്ന കാഴ്ച തത്സമയം ലോകമെമ്പാടും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞു. അപ്പോഴും മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ഉളുപ്പില്ലാതെ അത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആലപ്പുഴയിലായിരുന്നു അതിൻ്റെ ഏറ്റവും മൃഗീയമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ആലപ്പുഴയിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയ തോമസ് അടക്കമുള്ള ആളുകളെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് വലിയ മുളവടി, പണ്ട് RSSകാരുടെ കയ്യിൽ ഉള്ള ദണ്ഡ പോലെയുള്ള അങ്ങനെയുള്ള വലിയ മുളവടി ഉപയോഗിച്ച് അവരുടെ തല തല്ലിപ്പൊളിക്കുന്ന മൃഗീയമായ മർദ്ദനത്തിൻ്റെ, പീഡനത്തിൻ്റെ രംഗം നമ്മളെല്ലാവരും കണ്ട് ഞെട്ടിത്തരിച്ച് നിന്നതാണ്. അപ്പോഴും മുഖ്യമന്ത്രി ചെറിയ ഒരു ചിരിയോടുകൂടി അത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വി ഡി സതീശൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ അന്ന് പോലീസ് മുക്കിവച്ചിരുന്ന, അതായത് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ കോടതിയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ തങ്ങൾക്ക് പീഡനമേൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് കൊടുത്ത കേസുകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. സർക്കാരിന് കോടതി ഈ ഉത്തരവ് കൈമാറുകയും അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി കൂടിയായിരുന്ന പിണറായി വിജയൻ ഇത് പൂത്തിവെക്കുകയും ചെയ്തു. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി അധികാരം ഏൽക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ഉത്തരവ് വീണ്ടും കുത്തിപ്പൊക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. അന്വേഷണം നടക്കുന്നു. ഇതിനിടയിൽ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന അതിക്രൂരമായ ഒരു പീഡനത്തിൻ്റെ കഥ കൂടി പുറത്തു വരുന്നു. അന്നേ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് നവകേരള സദസ്സ് സമാപനം കുറിച്ചത് കാട്ടാക്കടയിലാണ്. അപ്പോൾ ഈ കാട്ടാക്കടയിലേക്ക് നവകേരള സദസ്സ് ഇങ്ങനെ ആഘോഷപൂർവ്വം കോൺവോയായി ഓടിപ്പോകുമ്പോൾ അവിടെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന അൻസല ദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കരിങ്കൊടിയായിട്ട് വരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ വാഹനങ്ങൾ, അകമ്പടി വാഹനങ്ങളിൽ ഒരു വാഹനം ഈ റോഡ് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിച്ച അൻസലാദാസിൻ്റെ കാലിലൂടെ കയറിയിറങ്ങും. തൽക്ഷണം അയാളുടെ വലത് കണങ്കാലിൻ്റെ എല്ല് പൊട്ടി പുറത്തു വരുന്നു. അയാൾ അവിടെ വേദന കൊണ്ട് പൊളഞ്ഞു വീഴുമ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്ന DYFIക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അയാളെ തല്ലുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ ഈ അൻസലാദാസും തനിക്കെതിരെ ഉണ്ടായ ഈ ക്രൂര പീഡനത്തിനെതിരെ കേസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല കേസെടുക്കാൻ ഉത്തരവിടുന്നു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ സംസാരം തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു. ആ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ പ്രവർത്തന പരിപാടികൾ, അന്വേഷണ പരിപാടികൾ വരുന്നത്. ഇത് കേവലം ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കണക്ക് തീർക്കലായോ വൈരാഗ്യം തീർക്കലായോ മാത്രം കാണാൻ സാധിക്കില്ലല്ലോ. എന്താണ് രാജ്മോഹൻ സാറിൻ്റെ അഭിപ്രായം? ഇത് ശരിക്കും പിണറായി വിജയനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ആദ്യമായിട്ടൊരു നിർദ്ദേശം പറയാനുള്ളത്, സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. മൃഗീയതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുകയാണ്. അത് കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കണം തീരുമാനിച്ചാൽ മറ്റാരുടെയും പേരാലോചിക്കേണ്ട. അതിലൊന്നാമത്തെ പേരുകാരൻ സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം പോലീസ് ലാത്തിച്ചാർജും മർദ്ദനവും വെടിവയ്പ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ ഇത്ര ബ്രൂട്ടലായിട്ട് ന്യായീകരിച്ച, പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അതിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ എന്താ പറ്റുന്നത്, പിണറായി വിജയൻ്റെ ഉച്ഛിഷ്ടം പറ്റുന്ന ഏതാനും ഉദ്യോഗസ്ഥന്മാരൊഴികെ ബാക്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥരും സമാധാനത്തോടെ ആയിരിക്കില്ല പ്രശ്നങ്ങളെ കണ്ടത്. പക്ഷെ മറിച്ച് ഇയാളുടെ ഏറാമൂളികൾ എന്തും ചെയ്യാം, ശക്തി കൊണ്ട് എന്തും ആകാം,
മാർക്സിസ്റ്റുകാരെ പോലെ ഭീരുക്കളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെന്നും വിചാരിച്ച പോലുള്ള മണ്ടത്തരാണിത്. അടിമക്കൂട്ടങ്ങളെ കൊണ്ട് എന്തും ചെയ്യിക്കാം, അങ്ങനെ ചെയ്യിച്ചാൽ മറ്റുള്ളവരെ പേടിപ്പിക്കാം എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ആ കരുതലൊക്കെ യഥാർത്ഥത്തിൽ വെള്ളത്തിലായി ഇന്ന് കേരളത്തിൻ്റെ ജനത കാണിച്ചെന്നു. തങ്ങളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഏതെല്ലാം ഭാഗത്തുനിന്ന് മറച്ചു വെച്ചാലും, ഏത് സുപ്രീം കോടതിയിലെ കൊടി കിട്ടിയ വക്കീലുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്യാവശ്യം ജുഡീഷ്യറി തന്നെ നിങ്ങളുടെ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിൽ പോലും ഉറപ്പായിട്ട് ഒന്ന് പറയാൻ പറ്റും, കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സാക്ഷി എന്നുള്ള ആയുധത്തിൻ്റെ മുമ്പിൽ ഇവർ തകർന്നുപോയി. സാർ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഏത് തരത്തിൽ പ്രയോജനപ്രദമായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളുമായി മുന്നോട്ട് പോകുക, അത് പരിഹാരം കാണലാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും എല്ലാം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണല്ലോ. നോക്കൂ, ഈ കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൊടി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, വിപ്ലവ പ്രസ്ഥാനമാണ് CPM ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളോ നടത്തുവാൻ സ്വാതന്ത്ര്യമുണ്ട് മറ്റ് ഇതര എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും. ഇതിനെ മാനിക്കാതെ എന്തുകൊണ്ടാണ് വിപ്ലവ നായകൻ, സമരനായകൻ എന്നൊക്കെയുള്ള വിശേഷണം സ്വയം എടുത്ത് അണിഞ്ഞിരിക്കുന്ന ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ, കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്നുള്ള ധാരണ മാത്രമല്ല, ആരെങ്കിലും വഴിയിൽ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സ്ത്രീ കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴി നവകേരള സദസ്സിന് അവിടെ നിൽക്കുന്നു, വണ്ടി കടന്നു പോകുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ആ സ്ത്രീയെ പോലീസുകാർ വന്ന് പിടിച്ച് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തിയ വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സ്ത്രീ ധരിച്ചിരുന്നത് ഒരു കറുത്ത ചുരിദാറാണ് എന്നുള്ളതാണ്. അപ്പോൾ കറുത്ത വസ്ത്രമിട്ട് ആരെ കണ്ടാൽ പോലും കറുപ്പിനോട് അന്ന് പിണറായി വിജയന് വളരെ അസഹിഷ്ണുതാ മനോഭാവം തന്നെയായിരുന്നു. പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കൂ, അപ്പോൾ ഒരു നിറത്തോട് പോലും ഇത്രത്തോളം വെറുപ്പ് തോന്നുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ മനസ്സിൻ്റെ താല്പര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് നീതി, ന്യായം ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ അത് സംരക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരായ പോലീസുകാർ സാധാരണ ജനങ്ങളെ കരിങ്കൊടി കാണിച്ചു അല്ലെങ്കിൽ കറുത്ത ഉടുപ്പിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ തല്ലിച്ചതയ്ക്കുമ്പോൾ ഈ നാട്ടിൽ നീതിന്യായ സംവിധാനങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരുന്ന പിണറായി വിജയൻ എത്രത്തോളം ആ കാര്യത്തിൽ പുറകോട്ട് പോയി പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. അതിനെതിരെ കൃത്യമായൊരു നടപടി വേണ്ടതാണല്ലോ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ അന്ന് CPM-ലോ ഇടതുപക്ഷത്തോ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ആളുകളും പിണറായി വിജയന് തെറ്റുപറ്റിയെന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പല കോണിൽ നിന്നും അഭിപ്രായം പറയുന്നുണ്ട്. മന്ത്രി വാസവൻ തന്നെ പിണറായിക്ക് തെറ്റുപറ്റി, വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടി ശരിയായില്ല എന്നൊക്കെ ഇപ്പോൾ കിളിമാനൂർ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണ് കതിരിൽ കൊണ്ടുവന്ന് വളം വയ്ക്കുന്ന രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടായത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പാർട്ടിയിൽ ഇത്രത്തോളം അപ്രമാദിത്വ ശക്തിയായി നിൽക്കുമ്പോൾ മൂത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം ഇവർക്കില്ലാതെ പോയത്? രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാതെ പോയത്? അതുകൊണ്ടാണല്ലോ പിണറായി തിരുത്തപ്പെടാതെ പോയത്. ഇന്നിപ്പോൾ പിണറായി സർവ്വപ്രതാപങ്ങളും കഴിഞ്ഞ് വീണിതല്ലോ കിടക്കുന്നു, ശോണിതവും അണിഞ്ഞയ്യോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ പിണറായി വിജയനെതിരെ നിന്നുകൊണ്ട് നിങ്ങൾ ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയ നൈതികതയാണുള്ളത്? എന്ത് രാഷ്ട്രീയ സദാചാര വിശുദ്ധി അതിലുള്ളത്? മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ്റെ ഒരു കളറോഫോബിയ ആ കാലത്തുണ്ടായിരുന്നതായിട്ട് തോന്നുന്നു. കളറോഫോബിയ എന്ന് പറഞ്ഞാൽ ചില നിറങ്ങളോട്, മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും എല്ലാം. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പോത്ത് ചോപ്പ് കണ്ട ചോപ്പ് കണ്ട കാള. അപ്പം പിണറായി വിജയൻ സത്യത്തിൽ കറുപ്പ് കണ്ട ഒരു കാളയായിരുന്നു. എവിടെയെല്ലാം കറുപ്പ് യൂണിഫോം കണ്ടിരുന്നോ അവിടെയെല്ലാം ആ പ്രതിഷേധക്കാരെ ആ ഡ്രസ്സ് ധരിച്ചവരെ ആക്രമിക്കാനുള്ള വാസനയാണ് കാണിച്ചത്. കോൺവോയ് കടന്നു പോകുന്നത് വരെ ആരെങ്കിലും ആനയായിട്ട് വഴി വരേണ്ടി ആനയെ മാറ്റി നിർത്തുമായിരുന്നു ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ വന്നത് ഈ പിണറായി വിജയൻ അവിടെ കാണേണ്ട ഒരു വസ്തുത, എന്തുകൊണ്ടാണ് കറുപ്പ് നിറത്തോട് ഈ അസ്വസ്ഥത? ലോകം മുഴുവൻ പ്രതിഷേധത്തിന് ഉപയോഗിക്കുന്ന, പ്രതിഷേധത്തിനും ദുഃഖത്തിനും ആൾക്കാർ മരിക്കുമ്പോൾ ഉയർത്തുന്ന കൊടി കറുപ്പ് കൊടിയാണ്. ഇത് പിണറായി വിജയൻ മരിച്ചിട്ടില്ല, ഉയർത്താനുള്ള കൊടിയും കൊണ്ടല്ല അവർ വന്നത്, പ്രതിഷേധത്തിനുള്ള കൊടിയും കൊണ്ടാണ് വന്നത്. മരിച്ചിട്ടാണ് പറയാം പിണറായി വിജയനോട് അനുശോചനം രേഖപ്പെടുത്താൻ കൊണ്ടുവന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് ഇവർ കൊണ്ടുവന്ന് പ്രതിഷേധിക്കാൻ തന്നെ അതിനുള്ള അവകാശമില്ലേ? മഹാത്മാഗാന്ധി തൊട്ട് ഇന്ത്യയിലെ മുഴുവൻ AK ഗോപാലൻ തൊട്ട് P കൃഷ്ണപിള്ള തൊട്ട് ഈവൻ ചിന്താചാരം വരെ ഈ പ്രതിഷേധത്തിൻ്റെ കൊടി പിടിച്ചവരാണ്.
ജയിക്ക് വരെ കൊടി പിടിച്ചവരാണ്. സുനിൽ പിള്ളയുടെ കൊടി പിടിച്ചവരാണ്, സച്ചിദാനന്ദൻ കൊടി പിടിച്ചവനാണ്, മുകുന്ദൻ കൊടി പിടിച്ചവനാണ്. അല്ല, എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് കരിങ്കൊടി കരിങ്കൊടി ഏന്തിയിട്ടുണ്ടല്ലോ. പക്ഷെ പിണറായി വിജയന് മാത്രം എന്തുകൊണ്ട് ഈ കറുത്ത കോഴിയോട് ഇത്രമാത്രം അലർജി തോന്നും? അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഫോബിയാണ്, ഒരു മാനസിക രോഗമാണോ, അതിനുള്ള ട്രീറ്റ്മെൻറ്റൂടെ നടത്താൻ പാർട്ടി കമ്മിറ്റികൾ തയ്യാറാകണം. അതിനെക്കുറിച്ചുകൂടെ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്ന് അന്വേഷിക്കണം. ആരാണ് അതിന് ഉപദേശിച്ചത്? കറുത്തത് കാണാൻ പാടില്ല, കണ്ടാൽ അവനെ അടിച്ചു, അവൻ്റെ തല തല്ലിപ്പൊട്ടിച്ചു, അവനങ്ങനെ മോക്ഷം കൊടുക്കണം. ജീവൻ രക്ഷ എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ പിണറായി വിജയൻ നടത്തിയത് എന്ന് നമുക്കറിയാം. അല്ല സാർ, അതൊരു ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം, രാഷ്ട്രീയ ആഭാസം തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, പോലീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും ചോദ്യവും പറച്ചിലുമില്ല, അവിടെ ന്യായവും നീതിയെല്ലാം ഞങ്ങൾ തീരുമാനിക്കും, പോലീസും പട്ടാളവും കോടതിയൊക്കെ ഞങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു ധാരണയോടുകൂടി പോലീസിന് കയറൂരി വിട്ടൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വിവരമില്ലായ്മ, അഹങ്കാരം, നെറികേട് തന്നെയാണ്. ഇതിനെതിരെ തീർച്ചയായും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അക്കാലത്ത് ആ കൊടും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ആളുകളുടെ മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം, അവർക്കുണ്ടായിട്ടുള്ള ശാരീരിക സാമ്പത്തിക നഷ്ടങ്ങൾ, ഈ അൻസിലാദാസിന് 6 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാൻ വരെ ഒറ്റയ്ക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ അത്രത്തോളം അദ്ദേഹം അവശനായിപ്പോയി. പിന്നീട് അദ്ദേഹം കാലിൽ സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ ഇട്ടിട്ടാണ് അത് നേരെ ആയതെന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ സയൻസ് ഒരു കാരണവശാലും കുറ്റം പറയില്ല. പിണറായി വിജയനെ ക്രൂശിക്കാൻ വേണ്ടി സ്വന്തം കാല് തല്ലി ഓടിച്ച് സ്റ്റീൽ കമ്പി ഇട്ടെന്നൊക്കെ പറയാൻ ഇനി അറിയില്ല. അത്തരത്തിലൊക്കെ ഇനി അങ്ങനെ ഒരു വ്യാഖ്യാനം വരുമോ സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷേ ഇത് നടന്ന സംഭവം തന്നെയാണ്, ജനങ്ങൾ അതിന് ദൃക്സാക്ഷിയാണ്. ഇത്തരം സംഭവങ്ങൾക്ക് അസഹിഷ്ണുതാപരമായി പെരുമാറുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരെ നിയമപരമായി എടുക്കാവുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ നിയമപരമായി എടുക്കാവുന്ന അത്തരം കാര്യങ്ങളെല്ലാം കൈക്കൊള്ളേണ്ടത് തന്നെയാണ്. അത് പാർട്ടിക്കാരെ കൂടെ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തല അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി കേരളം ഭരിക്കാനോ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ആരെങ്കിലും അധികാരികൾക്ക് ഇത്തരം അധികാരപ്രമത്തതയുണ്ടായി ജനങ്ങളുടെ മുകളിൽ കുതിര കയറാം എന്നുള്ള ആ ഒരു ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്.